രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ നടന്നിരിക്കുന്നത് ഭയങ്കര തട്ടിപ്പല്ലേ? തീർച്ചയായിട്ടും ആണല്ലോ. ഭയങ്കര തട്ടിപ്പാണെങ്കിൽ അദ്ദേഹം പറയുന്നത് എന്താ? തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നാണല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണല്ലോ. ആ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത കളയുന്നതിന് ഈ തെളിവുകൾ കേൾക്കുന്നേ. ഈ ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നതിന്, വിശ്വാസ്യത ഇല്ലാതെയാക്കുന്നതിന് ഈ വിഷയം മതിയല്ലോ, പ്രൂവ് ചെയ്താൽ മതിയല്ലോ. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചുമ്മാ ഒരാളിന് ഫേവർ ചെയ്യണ്ടല്ലോ. BJPക്ക് ഫേവർ ചെയ്യണമെങ്കിൽ വേറെ താല്പര്യം ഉണ്ടല്ലോ. ഈ സാധനം വെച്ചിട്ട് ഒരു കേസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോദി രാജിവെക്കേണ്ടി വരത്തില്ലെന്നേ. ഈ ഇലക്ഷൻ കാര്യങ്ങളിൽ സർക്കാർ സംവിധാനത്തിനെ ദുരുപയോഗം ചെയ്തു എന്നതിന്റെ പേരിലാണ് ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ റദ്ദായത്. ആണല്ലോ. അതേ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യവും പൂട്ടും, നരേന്ദ്രമോദിയുടെ കാര്യവും പൂട്ടും. സുന്ദരമായിട്ട് രാഹുൽ ഗാന്ധിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് ഭരണത്തിൽ വരാം. എന്താ ചെയ്യാത്തെ? ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ മലയാള മാധ്യമങ്ങൾ അടക്കം പോയി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ തെറ്റാണ് എന്ന് തെളിയിച്ചിട്ട് അതിനെപ്പറ്റി ഒരു വിശദീകരണം നൽകാൻ പറ്റുന്നില്ല. ഞാൻ ഇതിനോടൊപ്പം ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട്